ഹായ് നമസ്കാരം. അറിവിന്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ PYQ സീരീസിന്റെ അടുത്തൊരു സെക്ഷനാണ് ഇന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ അറിവിന്റെ പേടകം എന്ന ചാനൽ എയിം സ്റ്റഡി സെന്ററിന്റെ ഒരു ഭാഗം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിന് LGSന്റെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷ വരെ പരിശീലനം നൽകുന്ന ബാച്ചിന് വെറും 999 രൂപ മാത്രമേ ഉള്ളൂ. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷകളും PYQ സെക്ഷൻസും അതുപോലെ തന്നെ ഡെയിലി പഠിക്കാനുള്ള മേഖലയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഴ്ചകളും പരീക്ഷ എല്ലാം ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരുപാട് പേര് ഗവൺമെന്റ് ജോലിയിലേക്ക് എത്തിച്ച സ്ഥാപനം കൂടിയാണ് എയിം സ്റ്റഡി സെന്റർ. LPUP ആണെങ്കിലും KTET ആണെങ്കിലും അതുപോലെ HSA നോർമൽ PSC ഏത് സെക്ഷൻ ആണെങ്കിലും ഒരുപാട് പേര് സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് എത്തിച്ച് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ എയിംസിന്റെ ചാനൽ ഒന്ന് നോക്കിയാൽ തന്നെ അറിയാൻ അത്രത്തോളം റിസൾട്ടുകളേക്ക് എത്തിച്ച സ്ഥാപനം കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ക്രാഷ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും 50 മോഡൽ പരീക്ഷ, അതായത് 25 PYQ പ്ലസ് 25 മോഡൽ പരീക്ഷ പ്ലസ് 25 ലൈവ് സെക്ഷൻസും കൂടി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി 999 രൂപ ക്രാഷ് കോഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ 249 രൂപയ്ക്ക് ഈ 50 മോഡൽ പരീക്ഷ, അതായത് 25 PYQ 25 മോഡൽ പരീക്ഷ പ്ലസ് 25 ലൈവ് സെക്ഷൻസും കൂടി നിങ്ങൾക്ക് കിട്ടും. അതും വെറും 249 രൂപയ്ക്കാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയേ. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാലേ ഏതാണ് ആൻസർ ആയിട്ട്? സംവാദ് കൗമുദി. ഏതാണ് മക്കളെ? ഓപ്ഷൻ സി ആണ്, സംവാദ് കൗമുദിയാണ് ആൻസർ. കേസരി ആരുടെയാണ്? കേസരി ബാലഗംഗാധര തിലകിന്റെയാണ് കേസരി. ഏതാണ്? കേസരി ബാലഗംഗാധര തിലകാണ്. ന്യൂ ഇന്ത്യ ആരുടെ മക്കളെ? ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ ആനി ബസന്റ് ആണ്. Then സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യങ്കാർ. ആരാണ്? ജി ക്ലിയർ ആയോ? അപ്പൊ 4ന്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ കുറെ ക്ലാസ്സുകളിൽ റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻസ് വന്നു. ഇതെല്ലാം PYQയുടെ ഓരോ സെക്ഷൻ തന്നെയാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രത്തോളം പഠിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യമായ രാജാറാം മോഹൻ റായുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. എല്ലാം LGS എക്സാമിന്റെ സിലബസിൽ ഉണ്ടെങ്കിൽ അത് ചോദ്യം ഉറപ്പായിട്ട് അവിടെ കാണുന്നതായിരിക്കും. അപ്പൊ നന്നായി ആ ഭാഗം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി DK കാർവേ ആണ് അല്ലെ. ദെൻ സക്കീർ ഹുസൈൻ എന്താണ്? വിദ്യാഭ്യാസ തത്വചിന്തകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ആര്? സക്കീർ ഹുസൈൻ എന്നറിയപ്പെടുന്നത്. ദെൻ MA അൻസാരി എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ്. ആര്? MA അൻസാരി എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ GG അഗർക്കറെ കുറിച്ച് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല, ഓർമ്മ വരുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് 4 ഓപ്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ചോദ്യം സ്പീഡാണ് പറഞ്ഞപ്പോൾ സ്പീഡ് കുറച്ചിട്ടാണ് ക്ലാസ് വരുന്നത് കേട്ടോ. ദെൻ വിഷ്ണു കൃഷ്ണ ചിപ്ലിങ്കർ എന്നാണ്, ചിപ്ലിംഗർ ആണ്, അത് ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. നിബന്ധനമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് എന്നാണ് ചോദ്യം. ഏതാണ് മക്കളെ അവിടെ ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാം, ഓപ്ഷൻ ഡി മറാത്തി ഭാഷയാണ്. എന്താണ്? മറാത്തി ഭാഷയാണ് അല്ലെ. ഏത് ഭാഷ? മറാത്തി ഭാഷയാണ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഉറുദു ഭാഷയിൽ അല്ലെ ആരംഭിച്ച മാസിക ചോദിച്ചിട്ടുണ്ട്. താസിഫ് അൽ അഖ്ലാഖ്. എന്താണ്? സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഉറുദു ഭാഷയിൽ ആരംഭിച്ച മാസിക ചോദിക്കുകയാണെങ്കിൽ താസിഫ് അൽ അഖ്ലാഖ്. കേട്ടോ. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഉറുദു ഭാഷയിൽ ആരംഭിച്ച മാസികയാണ് താസിഫ് അൽ അഖ്ലാഖ്. ദെൻ വേറെന്താണ്? ബംഗാളി എന്താണ്? ഹിന്ദി നോക്കാം. ഹിന്ദി എന്താണ്? ആനന്ദമഠം എന്ന നോവലിലെ ഹിന്ദി ഭാഷയിലാണ് രചിച്ചത്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് ഭാഷയാണ്?
ആനന്ദമഠം എന്ന നോവല് ഏത് ഭാഷയാണ്? ഹിന്ദി ഭാഷയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച കൃതിയാണ് ഏത്? ഗീതാഞ്ജലി അല്ലെ. ടാഗോർ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ഏതാണ് മക്കളെ? ഗീതാഞ്ജലിയാണ് കേട്ടോ. അപ്പൊ 4 ആൻസർ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നിബന്ധനമാല മറാഠി ഭാഷയാണ്, ആനന്ദമഠം ഹിന്ദി ഭാഷയാണ്, താസിഫ് അൽ അഖ്ലാഖ് സെയ്ദ് അഹമ്മദ് ഉറുദു ഭാഷയാണ്, ദെൻ ടാഗോറിന്റെ ഗീതാഞ്ജലി ഏതാണ്? ബംഗാളി ഭാഷയാണ്. ദെൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഏതാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അമൃത ഷെർക്കിൽ ആണോ? അബീന്ദ്രനാഥ് ടാഗോറിനാണോ? നന്ദലാൽ ബോസ് ആണോ? ജ്യോതിറാം ഫൂലെ ആണോ? ഓപ്ഷൻ സി ആണ് അല്ലെ. അബീന്ദ്രനാഥ് ടാഗോർ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരിക. സത്യശോധക് സമാജിന്റെ സ്ഥാപകനാണ് ആര്? ജ്യോതിറാം ഫൂലെ അല്ലെ. സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ ജ്യോതിറാം ഫൂലെയാണ്. ദെൻ എന്താണ്? ഇന്ത്യൻ പെയിന്റിങ്ങിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നന്ദലാൽ ബോസ് ആണ്. ദെൻ എന്താണ്? ഇന്ത്യൻ ആധുനിക ചിത്രകലയുടെ അല്ലെ തുടക്കക്കാരിയായി അറിയപ്പെടുന്ന ആരാണ്? അമൃത ഷെർക്കിൽ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത 5ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണയാണ് ഭേദഗതി ചെയ്തത്? എത്രയോ പ്രാവശ്യം PSC ആവർത്തിച്ച ചോദ്യമാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, ഒരു തവണയാണ് അല്ലെ. ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ആമുഖം ഇതുവരെ ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ കൂട്ടിച്ചേർത്ത് ഏതൊക്കെയാണ് വാക്കുകൾ? നമുക്ക് സെക്യുലർ, സോഷ്യലിസ്റ്റ്, എന്താണ്? ഇന്റഗ്രിറ്റി എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ ഭരണഘടനയുടെ ആമുഖം അനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ പദവി പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ, റിപ്പബ്ലിക് ആണ് എന്നും കൂടി ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ആവർത്തിച്ച് പറയുകയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഐക്യകേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി, NV കൃഷ്ണ വാര്യർ ആണ്. ഏതാണ്? NV കൃഷ്ണ വാര്യർ ആണ്. ദെൻ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനാണ് KP കേശവമേനോൻ എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ എന്താണ്? അടുത്ത ചോദ്യം, VR കൃഷ്ണൻ എഴുത്തച്ഛൻ അല്ലെ കൊച്ചി രാജപ്രഭാ മണ്ഡല പാർട്ടിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ദെൻ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി, റഷ്യയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? ഓപ്ഷൻ മൗലിക കടമ എന്താണ്? റഷ്യയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. മൗലിക കടമ ആശയം എടുത്ത് റഷ്യയാണ്. ദെൻ താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ, ബാലഗംഗാധര തിലകാണ് അല്ലെ. എപ്പോഴാണ് INC വന്ന്? 1885 ഡിസംബർ മാസം 28-നാണ് INC വന്നത് എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ അടുത്ത ചോദ്യം എന്താണ്? ബാക്കി 3 പേരും എന്താണ്? INCയുടെ പ്രസിഡന്റ് ആയവരാണ്. ബാലഗംഗാധര തിലക് മാത്രമാണ് ആകാത്തത്. പിന്നെ ചിത്തരഞ്ജൻ ദാസിന്റെ പ്രത്യേകത എന്താണ്? സ്വരാജ് പാർട്ടിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ചിത്തരഞ്ജൻ ദാസ് എന്ന് മനസ്സിലാക്കുക. സർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയെ സ്ഥാപിച്ച വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ. ദെൻ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് അമേരിക്കയെ ന്യൂയോർക്കിൽ സ്ഥാപിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചതാണ് കേട്ടോ. 9ാമത്തെ ചോദ്യം, തുലാമ്പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ് എന്ത്? തുലാമ്പത്ത് സമരം എന്ന് അറിയപ്പെടുന്ന സമരം. എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ്. പെരുന്നാട് ലഹള എന്നറിയപ്പെടുന്നതാണ് ഏത്? കല്ലുമാല സമരം. എന്താണ്? പെരുന്നാട് ലഹള അല്ലെ. പിന്നെ അടുത്ത് എന്താണ്? ഇലക്ട്രിസിറ്റി സമരം എന്താണ്? തൃശ്ശൂരിലെ തൃശ്ശൂർ നഗരത്തിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ കമ്പനി ഏൽപ്പിക്കാൻ ശ്രമിച്ചതിൽ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം. ഏത് വർഷമാണ്?
1936 കേട്ടോ. 36 എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരവും കൂടി മനസ്സിലാക്കുക. ദെൻ കയ്യൂരിൽ കർഷകർ സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. ഏത് വർഷമായിരുന്നു മക്കളെ? 1941 എന്ത് കയ്യൂർ സമരം ആരംഭിച്ചത്. ദെൻ താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി വെല്ലൂർ കലാപമാണ്. ഏതാണ് മക്കളെ? വെല്ലൂർ കലാപമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യൻ ശിപ്പായികൾ നടത്തിയ ലഹളയാണ് ഇത് 1806 വെല്ലൂർ കലാപം എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ 1764 ബക്സാർ യുദ്ധത്തിന് ശേഷം നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയതിനെതിരെ ബംഗാളിലെ സന്യാസിമാർ നടത്തിയ കലാപം ഏതാണ്? അതാണ് സന്യാസി കലാപം എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ 1857 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യൻ പട്ടാളക്കാർ നടത്തിയ രക്തരൂക്ഷമായ സമരമായിരുന്നു ഏത്? ശിപ്പായി കലാപം എന്നും കൂടി ഓർത്തു വെക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ് കേട്ടോ. ദെൻ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണോ വാഗ്ബടാനന്ദനാണോ? ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് അല്ലെ. ജി ശങ്കരക്കുറുപ്പാണ് എന്ത് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. വൈലേരി കുഞ്ഞിക്കണ്ണെ വാഗ്ബടാനന്ദൻ എന്ന് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്ത്? വൈലേരി കുഞ്ഞിക്കണ്ണെ വാഗ്ബടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈകുണ്ഠ സ്വാമിയാണ് അല്ലെ. എന്താണ്? സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന വൈകുണ്ഠ സ്വാമിയാണ് എന്ന് ഓർത്തു വെക്കുക. സിംഹള സിംഹം എന്നറിയപ്പെടുന്ന സി കേശവനാണ് കേട്ടോ. എന്നറിയപ്പെടുന്ന സി കേശവനാണ് എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ വിവേകാദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? 12ാമത്തെ ചോദ്യം. കുമാരനാശാനാണോ, വള്ളത്തോളാണോ, ശ്രീനാരായണ ഗുരുവാണോ, അയ്യങ്കാളിയാണോ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് അല്ലെ. കുമാരനാശാനാണ് ആൻസർ ആയിട്ട് വരിക. ദെൻ കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് ആര്? വള്ളത്തോളാണ്. ദെൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘമാണെങ്കിൽ അയ്യങ്കാളിയാണ് കേട്ടോ. സാധുജനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി. നമുക്ക് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. LGSന്റെ കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ജോയിൻസിലേക്ക് വിളിച്ചാൽ മതി. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഓപ്ഷൻ എ KM മുൻഷിയാണ് അല്ലെ. എന്താണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്? ദെൻ ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ആത്മാവും താക്കോല് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ? ഓപ്ഷൻ എ അനുച്ഛേദം 338B ആണ്. ഏതാണ്? 338B ആണ്. ദെൻ അനുച്ഛേദം 336 എന്താണ്? ചില സേവനങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിന് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നതാണ്. ഏത്? 336. അതൊന്നും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 302 എന്താ മക്കളെ? ഏതാണ്? വ്യാപാരം വാണിജ്യത്തിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പാർലമെന്റിന്റെ അധികാരത്തെ ഏതാണ്? 302 ആണ്. ഈ 336 338B ആണ് എക്സാമിന് ചോദിച്ചത്. ദെൻ
6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ട അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, 21A ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അനുച്ഛേദം 4 ഏതാണ്? മൗലിക കടമയാണ്. 24 എന്താണ്? ബാലവേല നിരോധനമാണ്. അനുച്ഛേദം 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഇത് 21 എന്നും കൂടി മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരിക അവിടെ? ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം ആണ്. ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 17ാമത്തെ ചോദ്യം, യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? വാർത്താവിനിമയം, ജനസംഖ്യാ നിയന്ത്രണം, മൃദുചത്തി, ക്രമസമാധാനം. ഏതാ അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് അല്ലെ, വാർത്താ വിനിമയമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഏതാണ് മക്കളെ? ഓപ്ഷൻ എ ആണ്, വാർത്താ വിനിമയമാണ് വരിക. യൂണിയൻ ലിസ്റ്റ് അധികാര പദവിയിൽ വരുന്നത് പ്രധാനപ്പെട്ട പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം അല്ലെ, രാജ്യരക്ഷാ, കറൻസി, പോസ്റ്റ് ഓഫീസ്, ടെലിഫോണ്, സെൻസസ്, റെയിൽവേ, ഇൻഷുറൻസ്, പൗരത്വം തുടങ്ങിയൊക്കെ ഏതിൽ വരും? യൂണിയൻ ലിസ്റ്റിൽ ഇതിൽ വരും കൂടി ഓർത്തു വെക്കുക. സ്റ്റേറ്റ് ലിസ്റ്റ് ആണെങ്കിലോ ക്രമസമാധാനം, ജയില്, പോലീസ്, പൊതുജനാരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ഫിഷറീസ്, ഗതാഗതം, പഞ്ചായത്ത്, കൃഷിയൊക്കെ വരും. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, ജനമരണ രജിസ്ട്രേഷൻ വരും, നീതിന്യായ തട്ടിപ്പ് വരും. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഏതിലാ വരിക? കൺകറന്റ് ലിസ്റ്റിലാണ്. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? 1969 മുതൽ 74 കാലഘട്ടത്തിലാണ് അല്ലെ ആണ് നടപ്പിലാക്കി എന്ന് പറയുന്നു. അത് ശരിയാണ്. മഹ്ലനോബിസ് മാതൃക എന്ന് പറയുന്നതാണോ? അല്ല. എന്താണ്? ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി പറയുന്നു. ശരിയാണ്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കേണ്ട വന്നു എന്ന് പറയുന്നു. അതും ശരിയാണ്. 1ഉം 3ഉം 4ഉമാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക അല്ലെ. ഏത് വർഷമാണ്? 1969 മുതൽ അല്ലെ 74 വരെയായിരുന്നു. കൃഷിയും വ്യവസായത്തിനും പ്രധാനം നൽകിയതാണ്. ബാങ്ക് ദേശസാൽക്കരണം നടന്നു. 2ാം പഞ്ചവത്സരം എപ്പോഴാണ് വന്നത്? 1956 മുതൽ 61 വരെയാണ്. ആ സമയത്താണ് അതിനെയാണ് എന്ത് പറയുക? മഹ്ലനോബിസ് മാതൃക എന്നും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ 82ാമത്തെയാണ് മഹ്ലനോബിസ് മാതൃക. ബാക്കിയെല്ലാം എന്താണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ നീതി ആയോഗ് സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? നീതി ആയോഗ് 2015 ജനുവരി 1 വന്നു എന്ന് പറയുന്നു. അത് രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതെന്താണ്? അവിടെ ശരിയായ ആൻസർ ആണ് അല്ലെ. ഇന്ത്യ ഗവൺമെന്റ് തിങ്ക് ടാങ്ക് എന്ന് പറയുന്നു. അത് ശരിയാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതവിടെ എന്താണ്? അതും അവിടെ ശരിയാണ്. എന്താണ്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? അല്ല. അത് അവിടെ എന്താണ്? അവിടെ തെറ്റാണ് അല്ലെ. അടുത്ത ചോദ്യം, 21. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെ കുറിച്ചാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 37ാമത്തെ ചോദ്യം, ഏതാണ് ബന്ധമില്ലാത്തത്? ഈ നദി പശ്ചിമഘട്ടത്തിൽ ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. അവിടെ തെറ്റാണ്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി. അത് ശരിയാണ്. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതും അവിടെ എന്താണ്? ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് അല്ലെ. പെരിയാറിന്റെ ഉത്ഭവം കൂടിയാണ് സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന അല്ലെ, പൂർണി ചൂർണ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു.
എറണാകുളം ജില്ലയിൽ വെച്ച് അറബിക്കടലുമായി ബന്ധപ്പെട്ട് ഇടമലയാർ അണക്കെട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? പള്ളിവാസൽ ഇടുക്കി, ഷോളയാർ അല്ലെ ചേരാത്ത ഷോളയാർ എവിടെ? പാലക്കാട് എന്ന് പറയുന്നു. അതവിടെ എന്താണ്? തെറ്റാണ് അല്ലെ. പള്ളിവാസൽ ജലപദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. 1940 എന്താണ് അത് കമ്മീഷൻ ചെയ്തു. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മുതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ എവിടെയാ മക്കളെ? തൃശ്ശൂരാണ് കേട്ടോ. ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റ്യാടി കോഴിക്കോടിലാണ്. കേരളത്തിലെ അല്ലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. കുറ്റ്യാടി പുഴയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കല്ലട എവിടെ തന്നെയാണ്? കല്ലട കൊല്ലം തന്നെയാണ്. 39ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇടുക്കി കുറിഞ്ഞിമല, ചിന്നാറ്, പെരിയാറ്, ആറളം. ആറളം എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ്. ആറളം എവിടെയാണ് മക്കളെ? കണ്ണൂരാണ്. എന്താണ്? കണ്ണൂരാണ്. അപ്പൊ ഇടുക്കിയുമായി ബന്ധമില്ലാത്ത കണ്ണൂർ മാത്രമാണ്. ദെൻ വരയാടുകളെ പ്രധാനമായും കാണപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? അവിടെ ആൻസർ ആയിട്ട് വരിക? ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ. സൈലന്റ് വാലിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. സൈലന്റ് വാലി എപ്പോഴാണ്? 1984 ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. 1985 രാജീവ് ഗാന്ധി എന്ത് ചെയ്തു? സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്തു. റോബർട്ട് റൈറ്റ് ആണ് പേര് സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്ന പേര് നൽകിയത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്? വെടിപ്പാവുള്ള സാധനം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ സൈലന്റ് വാലിക്ക് സൈലന്റ് വാലി എന്ന പേര് നൽകിയതെന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ മതികെട്ടാൻ ചോലയും പാമ്പാടും ചോലയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 40 ചോദ്യം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് ഇന്ന് ക്ലാസ്സുകൾ തന്നത്. കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു, മിസ് സ്പീഡ് ആവുന്നു കണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതി മതിയാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെ സ്പീഡ് മതിയാണെങ്കിൽ സ്പീഡോടുകൂടി ക്ലാസ്സുകൾ തരാം. അപ്പൊ ഇതുപോലെ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഷെയർ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ് ഏതുമായി ഇനി ടോപ്പിക് വൈസ് വേണോ അത് ഇതുപോലെ തന്നെ പോയാൽ മതിയെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ തരുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മുടെ ടെലഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി ജോയിൻ ചെയ്യാൻ ഇതിനെല്ലാം PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.